ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അൽഫീസ് പ്ലാന്റ്സ് വേൾഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. പൂക്കളുടെയും ഇലകളുടെയും വർണ്ണവൈവിധ്യം കൊണ്ട് നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് വാക്സ് ബിഗോണി എന്ന ഈ സുന്ദരി. സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ബിഗോണികൾക്ക് ഇലയാണ് ഭംഗിയെങ്കിൽ ഈ ചെടികൾക്ക് ഇലകളും പൂക്കളും ഒരേപോലെ ഭംഗിയുള്ളവയാണ്. വാക്സ് ബിഗോണിയുടെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ ഇളം തണ്ടുകളെ ഒടിച്ചു കുത്തിക്കഴിഞ്ഞാൽ പുതിയ തൈകളായിട്ട് കിട്ടുകയും ചെയ്യും. ഈ പ്ലാന്റിനെ പോട്ട് ചെയ്യാനായിട്ട് മണ്ണും മണലും പിന്നെ ഒരു അല്പം ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിംഗ് മീഡിയം ഇതിന് കൊടുക്കാവുന്നതാണ്. ഈ ചെടികൾക്ക് അങ്ങനെ പെട്ടെന്ന് രോഗങ്ങളൊന്നും വരാറില്ല. നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ മാത്രം ഇതിന് തണ്ടുകൾ ചീഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് പോട്ടിംഗ് മീഡിയത്തിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ ചെടികൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഒരിക്കലും ആവശ്യമില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് സൺലൈറ്റാണ് ആവശ്യം. ഇങ്ങനെയുള്ള സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഈ ചെടികൾ ഈ കാണുന്നത് പോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. വളരെ ഈസി ആയിട്ട് കെയർ ചെയ്ത് വളർത്താൻ പറ്റുന്ന വാക്സ് ബിഗോണി എന്ന സുന്ദരി നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. 3 കളേഴ്സിലെ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന സുന്ദരിയാണ്. ബ്രൗൺ കളർ ലീഫും നല്ല ഡാർക്ക് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണിത്. ഗ്രീനും ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ലീഫും പിന്നെ പ്യൂർ വൈറ്റ് ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. ഗ്രീൻ കളർ ലീഫിൽ ലൈറ്റഡ് ബ്രൗൺ കളറൂടെ മിക്സ് ആയിട്ട് വരുന്നതും പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. മൂന്ന് കളേഴ്സിലുള്ള പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാനായിട്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു പ്ലാന്റിന് വരുന്നത് 80 രൂപയാണ്. ഈ ബിഗോണി സുന്ദരികളെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്ത് അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.